നിങ്ങൾ ചെയ്യേണ്ടത് സുവിശേഷം പ്രഘോഷിക്കുക എന്ന് മാത്രമാണ്. നിങ്ങൾ ചെല്ലുന്ന സ്ഥലങ്ങളിൽ ചെന്ന് സുവിശേഷം പ്രഘോഷിച്ച് കഴിയുമ്പോൾ അതവർ സ്വീകരിച്ചില്ലെങ്കിൽ കാലിലെ പൊടി തട്ടിക്കളഞ്ഞ് പോരാനാണ് പറഞ്ഞത്. നമ്മൾ അവർക്കെതിരെ പിന്നെ വിദ്വേഷം പുലർത്തുകയോ കോപിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞ് അവരെ ഗൗരവം നടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ചെയ്യേണ്ട കാര്യത്തിലേ ഉള്ളൂ. നിങ്ങൾ നല്ലത് പറയുക, സുവിശേഷം പ്രഘോഷിക്കുക. പലപ്പോഴും നമ്മൾ വൈരാഗ്യം വെച്ച് പുലർത്തും. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അവർ സ്വീകരിച്ചില്ലെങ്കിൽ, നമ്മൾ ചെയ്ത കാര്യങ്ങൾ ആ മനോഭാവത്തോടെ അവർ അംഗീകരിച്ചില്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരും പെട്ടെന്ന് തന്നെ. യേശു പറയുന്നതല്ല, സുവിശേഷം പ്രഘോഷിക്കുക, അത്രയും മാത്രം ചെയ്താൽ മതി. സ്വീകരിക്കുകയോ ഇല്ലാതെ എന്നുള്ളതൊക്കെ അവരുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ എന്താ ചെയ്യാൻ പറ്റുക അത് ചെയ്യാം. ഒരമ്മ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ അധ്വാനിക്കുക, ഭക്ഷണമൊക്കെ വയ്ക്കുന്നു. രാത്രി വന്നിട്ടൊരു നന്ദി പോലും പറയാതെ അപ്പനും മക്കളും എഴുന്നേറ്റ് പോകുമ്പോൾ നിങ്ങളൊന്നും ചെയ്യരുത്, സുവിശേഷം പ്രഘോഷിക്കുക. അത് നിങ്ങളുടെ സുവിശേഷമാണ്. അപ്പൻ രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നു, വീട്ടിൽ വരുമ്പോൾ അമ്മയും മക്കളും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൻ ചെയ്യേണ്ടത് എന്താ? സുവിശേഷം പ്രഘോഷിക്കുക, വേറെ ഒന്നും പ്രതികരിക്കരുത്. ഇതാണ് യേശു നമ്മളോട് പറയുന്നത്. നമ്മളിങ്ങനെ നമ്മുടെ ജീവിതം ചിന്തിച്ച് നോക്കി, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സുവിശേഷം നിങ്ങൾ പ്രഘോഷിക്കുക. അവരെന്ത് തരണമെന്നുള്ളതോ അവരെന്ത് ചെയ്തു എന്നുള്ളതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നല്ലത് ചെയ്യുക. ഈ നല്ലത് ചെയ്തതിനു ശേഷം നമ്മൾ നമ്മുടെ ജോലി പൂർത്തീകരിച്ച് ശാന്തമായിട്ട് മാറുക. അങ്ങനെ എനിക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കത്രയേ ഉള്ളൂ, അവരെങ്ങനെ എടുത്തു, അവർ സ്വീകരിച്ചു, അല്ലെങ്കിൽ അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ ഈ സുവിശേഷം തന്നെ പ്രഘോഷിക്കുന്നു, എത്ര പേര് ഇത് കേൾക്കുന്നുണ്ടെന്ന് ആരോട് ചോദിച്ചാൽ പറ്റും? പലരും സ്വപ്നത്തിലായിരിക്കാം, പലരും പല ചിന്തകളിലായിരിക്കാം. ഞാനിങ്ങനെ പറയുക, നമ്മൾ ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതല്ല പറയുക, ദൈവം നിങ്ങളിൽ ഇടപെടുമെന്നുള്ളത്, എന്നെങ്കിലും ഇടപെടുമെന്നുള്ളത് സത്യമായ കാര്യമാണ്. പ്രാർത്ഥിക്കാം, ധ്യാനിക്കാം.